ആ ഓഡിയൻസ് ഇത്തിരി ലൈറ്റ് വെച്ചിട്ട് പിഷാരിന്റെ അടുത്തുള്ള സ്നേഹം ഒന്നുകൂടി ഒന്ന് കാണാം. പിഷാരിനെ ഇഷ്ടമുള്ള ആൾക്കാർ ഇതിൽ കൂടുതൽ എന്ത് വേണം? എങ്ങനെ ഇതൊക്കെ നമ്മൾ തിരിച്ച് സ്നേഹമായിട്ട് കൊടുക്കുന്നുള്ള സംശയത്തിലാണ്. അല്ല, പക്ഷെ അത് പോട്ടെ. പക്ഷെ ഭാര്യയുടെ അടുത്ത് അമ്മയുടെ അടുത്തൊക്കെ ഇതേ സ്നേഹം ഉണ്ടോ? പിന്നില്ലേ. പക്ഷേ ഇപ്പോ സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ കുടുംബം സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? ഉണ്ട്. ഓ, എന്നിട്ട് അറേഞ്ച് മാരേജ് ആയിരുന്നോ കിളി? അങ്ങനെയല്ല, കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യയും മക്കളും. അവരിപ്പോ വേറെ ഒന്നിനും സമ്മതിക്കുന്നില്ല. വലിയ സന്തോഷം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. ഒരുപാട് പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ ഈ പരിപാടിക്ക് കണ്ട ഒരു വലിയ പ്രത്യേകത, വേദിയിൽ വരുന്ന കലാകാരന്മാർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പൈസ കാണാൻ വരുന്നവർക്ക് കിട്ടുന്ന ഞാൻ പോയിട്ടുള്ള ആദ്യത്തെ പരിപാടി ഈ പരിപാടിയാണ്. അത് സംഘടിപ്പിച്ചവർക്ക് വലിയ ആശംസകൾ. പിന്നെ ഈ ആപ്പിൻ്റെ പിന്നിലും പ്രവർത്തിച്ച തലകൾ വളരെ നല്ല തലകളാണ്. കാരണം അതിന് മംസ് ആൻഡ് വൈഫ്സ് എന്ന് പേരിട്ടു. വൈഫ്സ് എന്ന് മാത്രം പേരിട്ട അമ്മ വഴക്കുണ്ടാക്കും, മംസ് എന്ന് മാത്രം പേരിട്ട വൈഫ് വഴക്കുണ്ടാക്കും. ഇതാകുമ്പോൾ രണ്ടുപേരെയും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു പേര് ഇട്ടിട്ടുണ്ട്. മാത്രമല്ല, കുടുംബത്തിൽ ചെറിയൊരു വാശി. ഭാര്യ എന്തെങ്കിലും സാധനങ്ങൾ വിട്ട് 1000 രൂപ ഉണ്ടാക്കിയ അമ്മ 1500 രൂപ ഉണ്ടാക്കണം എന്നുള്ളൊരു വാശി വരും. അമ്മ 1500 രൂപയ്ക്ക് ഉണ്ടാക്കിയ ഭാര്യയ്ക്ക് 2000 രൂപയ്ക്ക് ഉണ്ടാക്കി വെക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ വരും. നല്ലതാണ്. മാത്രവുമല്ല, ഈ മൊബൈൽ ഫോൺ വന്നപ്പോൾ സാധാരണ ഫോൺ ലാൻഡ് ഫോണായി എന്ന് പറയുന്നത് പോലെ നമുക്കിപ്പോൾ വരുമാനമുള്ള സ്ത്രീകളും വരുമാനമില്ലാത്തവരെ നമ്മൾ ഹൗസ് വൈഫ് എന്ന് പറയുന്നൊരു വാക്കിട്ട് വിളിക്കുന്നുണ്ട്. ഈ ആപ്പ് പോലെയുള്ള ആപ്പുകളുടെ വരവോടുകൂടി ആ വാക്ക് പതുക്കെ ഇല്ലാതാവട്ടെ. വീട്ടിലിരിക്കുന്ന ഓരോരുത്തർക്കും ചെറുതെങ്കിലും ചെറുത് വലുതെങ്കിലും വലുത് വരുമാനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. കാരണം നമ്മൾ ഗവൺമെൻറ്റൊക്കെയാണ് തൊഴിലുറപ്പ് പദ്ധതി എന്നൊക്കെ പറഞ്ഞ് നടപ്പാക്കുന്നത്. ഇതൊരു നല്ല തൊഴിലുറപ്പ് പദ്ധതിയാണ്. ശരിക്കും സത്യം എല്ലാവർക്കും തൊഴിൽ ചെയ്യാവുന്ന ഒരു പദ്ധതിയാണ്. വളരെ സന്തോഷം. പിഷാരുടെ വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടോ? കിളി വർക്ക് ചെയ്യുന്നുണ്ടോ? പിഷാരുടെ ഭാര്യ ഇല്ല, വർക്ക് ചെയ്യുന്നില്ല. ഇനി ഇത് കഴിയുമ്പോൾ ഇതിൽ വർക്ക് ചെയ്ത് തുടങ്ങുമോ? ഇത് ചിലപ്പോൾ ഡൗൺലോഡ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വിൽക്കാവുന്നതായിരിക്കും. ഞാൻ വീട്ടിൽ കുറെ ജീവികളെ വളർത്തുന്നുണ്ട്. അത് അവർക്ക് ഇഷ്ടമല്ല. എൻ്റെ പട്ടീനെയും പൂച്ചേനെയൊക്കെ ഇവള് വിൽക്കുമെന്നുള്ള പേടിയേ ഉള്ളൂ. അത് മാത്രമല്ല, കേക്ക് കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിഷാരടിയുടെ കേക്ക് റീൽസ് പ്രശ്നമാവോ? ഇത് കോമ്പറ്റീഷൻ വരുമോ? അല്ല, കച്ചവടം നടക്കുകയാണല്ലോ ചെയ്യുന്നത്. നല്ല രീതിക്ക് നടക്കും. ഇത് എന്തായാലും നമ്മുടെ എല്ലാം കയ്യിൽ 24 മണിക്കൂറും ഒരു അവയവം പോലെ നമ്മൾ മൊബൈൽ ഫോൺ കൊണ്ടു നടക്കുന്നുണ്ട്. ഉറങ്ങുന്നതിന് മുമ്പ് വരെ, ഉറങ്ങി എണീറ്റാൽ ആദ്യം ഒക്കെ ഇത് നോക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു ലിഷർ ടൈം ഇങ്ങനെ വളരെ ചെറുതാണെങ്കിൽ പോലും സ്വന്തമായി എന്തെങ്കിലും ഒരു പൈസ സമ്പാദിക്കുക എന്ന് പറയുന്നത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആ സന്തോഷം അനുഭവിക്കാൻ ഓരോ സ്ത്രീകൾക്കും പറ്റട്ടെ എന്ന് കൂടെ ഞാൻ ഈ അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. തീർച്ചയായും. അതിനോടൊപ്പം പിഷാരടി ഈ പറഞ്ഞ വൈഫ് വർക്ക് ചെയ്യാൻ പോകുന്നു പറഞ്ഞു. പിഷാരടിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നൊന്നും പെണ്ണ് കിട്ടാതെ ബോംബെ നിന്നാണ് കല്യാണം കഴിച്ചതെന്ന് പറയുന്നത് സത്യമാണോ? അതെ, ആണ്. അത് പിഷാരടിമാര് വേറെ ഇല്ലാത്തത് കൊണ്ടാണോ? അങ്ങനെയാണോ? പിഷാരടിമാർ എണ്ണത്തിൽ കുറവാണ്. ശരിക്കും ഗവൺമെന്റ് ഈ സിംഹവാലം കുരങ്ങിനെയൊക്കെ സംരക്ഷിക്കുന്നതിന് പകരം ഒരു പദ്ധതി ഇട്ട് ഞങ്ങളെ സംരക്ഷിക്കണമെന്നുള്ള അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അത്ര എണ്ണം കുറവാണ്. അത് ശരി. അപ്പൊ എന്തായാലും പിഷാരടിയോട് ചിലർക്ക് എന്തൊക്കെയോ ചോദ്യങ്ങളൊക്കെ ചോദിക്കണമെന്ന് ഉണ്ട്. ഓഡിയൻസിന് അത് ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ആപ്പിനെ കുറിച്ച് നമ്മൾ കുറെ പറഞ്ഞു. ഓഡിയൻസിന് ഇന്ററാക്ട് ചെയ്യാനായിട്ട് അല്ലേ? ഞാനൊന്ന് താഴോട്ട് പോവാം. മൈക്കില്ല. ഒരു സ്ത്രീ കൈ ഉയർത്തി. ഞാൻ അങ്ങോട്ട് പോവാം. നവ്യ നായർ എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ എല്ലാരും? നവ്യ, വെൽക്കം. നവ്യ, അതെ ഞാനേ കണ്ടുള്ളൂ. ഞാൻ മാത്രമേ കണ്ടുള്ളൂ ഫ്രണ്ട് എന്നിട്ട്. ബാക്കിയുള്ളവർ കണ്ടില്ല. മേഡം വരുന്നുള്ളൂ. ഒരു നിമിഷം. യെസ്, ചോദിച്ചോളൂ. മാഡത്തിന് എന്തോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് പറഞ്ഞു. മാഡം, can you ask the question? Fadal. Arabic, English? Arabic. Arabic, no, English. A lot of Malayalis. എനിക്ക് കുറച്ച് മലയാളം. ഒരു പ്രോബ്ലം. എനിക്ക് കുറച്ച് ഇംഗ്ലീഷ്. Oh, okay. I speak English. No problem. Can I come stage? Come on. Okay. ദൈവമേ, മൂർഖം പാമ്പിനാണ് ഒരു കാര്യമില്ലായിരുന്നു ഇതിന്റെ. വരൂ. Okay. Moms and wives up, huh? Moms and wives. Oh. Why daddy and husband? Why daddy and husband hosting moms and wives app? Shukran. Why no mom? Why no wife hosting moms and wives app?
There is one person who could have hosted this, but she is not a wife or a mom yet. അതുകൊണ്ടാണ്. പ്രോബ്ലം, എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. മോം എന്ന് വച്ചാൽ മലയാളത്തിൽ അമ്മ, വൈഫ് എന്ന് വച്ചാൽ മലയാളത്തിൽ അതെ, വൈഫ് എന്ന് വെച്ചാൽ ഭാര്യ, അമ്മ വെച്ചാൽ അമ്മ. ഈ മോം ആൻഡ് വൈഫ് അല്ലാത്ത സ്ത്രീകൾ എന്ത് ചെയ്യും? അവരാദ്യം മോം ആവണം അല്ലേ വൈഫ് ആവണം? മോം ആവാൻ സൗകര്യമില്ല, വൈഫ് ആവാൻ അതിൽ കൂടി സൗകര്യമില്ല. മാഡം, സാർ, വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. നോ 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 നോ, എനിക്ക് വന്നേ നടക്കൂല നടക്കൂല നടന്നേ നടക്കൂല. പറ്റൂ. കാരണം ഈ നടത്താൻ വന്നേക്കുന്ന ആളിനെ നമുക്ക് മനസ്സിലായി. ഇല്ലത്തെ എത്ര കേട്ട ശബ്ദമാണിത്. അല്ല, ഒരു സെക്കൻഡ് മാഡം, മുഖം ഒന്ന് കാണിക്കണം. മിഥുനെ, ആ മുഖം വിത്ത് യുവർ പെർമിഷൻ. വിത്ത് യുവർ പെർമിഷൻ. മാറ് രഞ്ജിനി ഹരിദാസ്. ഞാൻ പറഞ്ഞില്ലേ, മോമും അല്ല വൈഫും അല്ല, പിന്നെ എന്ത് ചെയ്യും? എടാ അത് ഇതെല്ലാം തന്നെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. രഞ്ജിനി എത്ര നാളായിട്ട് സ്റ്റേജിൽ കണ്ടിട്ട്. അയ്യോ രഞ്ജിനി, വെൽക്കം. അയ്യോ, ഷാർജ, your love for രഞ്ജിനി. ഇല്ല, ഷാർജ, ഡോണ്ട് ഗിവ് ഇറ്റ് അപ്പ് ഫോർ രഞ്ജിനി. ഒരു മിനിറ്റ്, രഞ്ജിനിക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. മോംസ് ആൻഡ് വൈഫ്സ് എന്ന പേരിലുള്ള ആപ്പ് ലോഞ്ച് ചെയ്യുമ്പോൾ വൈഫ് അല്ലാത്ത, മോംസ് അല്ലാത്ത സ്ത്രീകൾ എന്ത് ചെയ്യും? ശരിക്കും ആദ്യം മിഥുൻ പറഞ്ഞതാണ് ഉത്തരം. രഞ്ജിനി ഒന്നുകിൽ കല്യാണം കഴിക്കുക. പക്ഷേ രഞ്ജിനി ഒരു മോമാണ്, അറിഞ്ഞൂടാ നിങ്ങൾക്ക്? രഞ്ജിനി ഒരു അമ്മയാണ്. അമ്മ എന്ന് പറയുന്ന ഡെഫിനിഷൻ എന്താ? ഞാൻ കുറെ പട്ടികളുടെ അമ്മയാണെന്നല്ലേ നീ ഉദ്ദേശിക്കുന്നത്? ഓ ദൈവമേ, ഒരു തമാശ. ആരും കേൾക്കാത്ത വളരെ ഫ്രഷ് ആയ ഒരു ജോക്കുമായിട്ടാണ് സുഹൃത്തുക്കളെ, മിഥുൻ ഒരു കയ്യടി കൊടുക്കുക പ്ലീസ്. നല്ല വിറ്റായിരുന്നു പറയാൻ വന്നത്. വിറ്റല്ല, സത്യമല്ലേ? രഞ്ജിനി ഒരുപാട് നാളിന് ശേഷമാണ്, കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ വരവും പോക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. നമുക്ക് അത്ര ഇവന്റുകളും പരിപാടികളൊക്കെ ഉള്ള നല്ല, ഞാൻ അറിഞ്ഞില്ല, സർപ്രൈസ് ആയിരുന്നു. പക്ഷെ എനിക്ക് തുടക്കത്തിൽ നല്ല സംശയം എനിക്കും നാട്ടുകാർക്കും ഉണ്ടായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. ഈ സാധനത്തിനെ വേറൊന്നും ആക്കാൻ പറ്റൂല, ഞാൻ കുറെ ശ്രമിച്ചു. അല്ല, മാത്രമല്ല, അതായത് നമ്മളെപ്പോഴും പറയാം ആധുനിക മലയാളത്തിന്റെ മാതാവാണല്ലോ. അപ്പോ ആ മലയാളവും ഇംഗ്ലീഷും കേട്ടാൽ ഏത് മലയാളിക്കും അറിയാം ഇത് രഞ്ജിനിയുടേതാണെന്നുള്ളത്, അല്ലേ? പിന്നെ അറബിക് അറിയാത്തതിന്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു പിഷു. പക്ഷെ എന്റെ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ഇത് മോംസിനും വൈഫ്സിനും മാത്രമുള്ള ആപ്പാണോ, അതോ ലോകമെമ്പാടുമുള്ള സ്ത്രീകൾക്കുള്ള ആപ്പാണോ, അതോ പുരുഷന്മാർക്കും ഈ ആപ്പിൽ പറ്റുമോ? ടെൽ മീ. ഇല്ല, ഇത് അങ്ങനെ ഇല്ല രഞ്ജിനി. ഇപ്പൊ മൈസൂർ പാക്ക് കേരളത്തിലുള്ളവർ മേടിച്ച് തിന്നുന്നുണ്ടല്ലോ, മൈസൂരിൽ പോകണമെന്നില്ലല്ലോ. അപ്പോ അതില്ലെങ്കിലും നിങ്ങൾക്ക് രഞ്ജിനിക്ക് എന്തെങ്കിലുമൊക്കെ, രഞ്ജിനിയുടെ അമ്മ ഇപ്പൊ അടുക്കളത്തോട്ടത്തിൽ ചെറിയ കൃഷി തുടങ്ങിയതായിട്ട് ഞാൻ, നല്ല കൃഷിയല്ലേ, അപ്പൊ അവിടുന്ന് പറിച്ചെടുക്കുന്ന സാധനങ്ങളോ ഏത്തക്കൊലയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിൽക്കണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിന് അമ്മയായിരിക്കുക, അല്ലെങ്കിൽ ആ പേരങ്ങനെ ഇട്ടു എന്നൊരു കാരണം കൊണ്ട് അവർക്ക് മാത്രമെന്നില്ല, ഈവൻ വളരെ കൃത്യമായിട്ട് സ്ത്രീകൾക്ക് എല്ലാവർക്കും ഉള്ള രഞ്ജിനി പറഞ്ഞാണ് കറക്റ്റ്. ഓക്കെ, പക്ഷെ എനിക്ക് തോന്നുന്നു അതിൽ കുറച്ചുകൂടെ അമ്മമാരും ഭാര്യമാരും, എസ്പെഷ്യലി വീട്ടിലിരിക്കുന്ന അമ്മമാരും ഭാര്യമാർക്കും ഒരു മുൻതൂക്കം നൽകുന്ന ഒരു ആപ്പായിട്ട് വേണം മോംസ് ആൻഡ് വൈഫ്സ് ആപ്പിനെ കൺസിഡർ ചെയ്യാൻ. വളരെ യുണീക്കായ, വളരെ നോവലായ ഒരു കോൺസെപ്റ്റ് ആണ് പിഷു. അപ്പൊ ഇനി മുന്നോട്ട് എന്താണ് മോംസ് ആൻഡ് വൈഫ്സ് ആപ്പ് ചെയ്യാൻ പോകുന്നത് എന്ന് ലക്ഷോപലക്ഷം ആൾക്കാർ പോലെ എനിക്കും അറിയാൻ താല്പര്യമുണ്ട്. നമുക്ക് ഇനി ഇന്നത്തെ ദിവസം തന്നെ നമ്മൾ അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ്, അതായത് എങ്ങനെയാണ് ഇതിന്റെ ഒരു വിഷൻ പ്ലാൻ, how we are moving forward, how actually people can make money out of it, എല്ലാം നമ്മൾ ഈ വേദിയിൽ വെച്ച് തന്നെ വെളിപ്പെടുത്തും.